കഴിയില്ല. ദുസ്വപ്നം കണ്ടുകൊണ്ട് പേടിക്കുന്നവരില്ലേ, വുളൂഎടുത്തുറങ്ങിയാൽ അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണൂല. വുളൂഎടുത്തിട്ടാണ് ഉറങ്ങിയതെങ്കിൽ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും കാഴ്ചകളും ഉറക്കത്തിൽ അവരെ കാണൂല. എന്നാൽ വുളൂഎടുത്ത് ഉറങ്ങിയാലും ഇബ്ലീസ് ശരീരത്തിന്റെ സമീപത്ത് വന്ന് കെട്ടിടുമെന്നാണ്, ശരീരത്തിൽ ഇറങ്ങൂല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ 3 കെട്ടുകളെയും നിങ്ങൾ ഉണരുന്ന സമയത്ത് പൊട്ടിക്കണം സ്വഹാബ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറിവിന്ദിലാബിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങളെല്ലാം നിങ്ങളെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഇബ്ലീസിന്റെ 3 കെട്ടുകൾ പൊട്ടിച്ചിട്ടല്ലാതെ നിങ്ങളാരും ഉണരാൻ പാടില്ല. സ്വഹാബത്ത് ചോദിച്ചു, എങ്ങനെയാണ് നബി ആ കെട്ടുകളെ പൊട്ടിക്കേണ്ടത്, എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅഖിദു ശൈത്താനു അലാ ഖാഫിയതി റഅസി അഹദികും ഹിദാഹു വനാമാ. ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് അവന്റെ ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ഇബ്ലീസ് 3 രൂപത്തിൽ കെട്ടിവെക്കുകയാണ്. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ ഫൈനിസ്തൈഖല ഫദകറല്ലാഹ് ഇൻഹല്ലത ഉഖദാ. ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ ഉണരുന്ന സമയത്ത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഉണർന്നതെങ്കിൽ ഇൻഹല്ലത ഉഖദാ, നിങ്ങളെ തലയിൽ ഇബ്ലീസ് കെട്ടിവെച്ച 1ാമത്തെ കെട്ടിനെ അല്ലാഹു പൊളിച്ചു മാറ്റുമെന്ന് നബിയുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, തീർന്നിട്ടില്ല. വീണ്ടും മുത്തുനബി പറയുകയാണ്, അപ്പൊ 2ാമത്തെ കെട്ടി എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്നറിയോ? ഫഇൻ തവല്ലാ, അല്ലാഹുവേ മണിയറക്കകത്ത് നിന്ന് ബെഡ്റൂമിൽ നിന്ന് ദിക്റ് ചൊല്ലി ബിസ്മി ചൊല്ലി ഉണർന്ന നമ്മള്, പിന്നെ നമ്മൾ 2ാമത് വുദൂ ചെയ്യലോടുകൂടെ ഇബ്ലീസിന്റെ 2ാമത്തെ കെട്ടിനെ അല്ലാഹു പൊളിച്ചു മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. വീണ്ടും മുത്തുനബി പറയുകയാണ്, 3ാമത്തെ കെട്ടിനെ പൊട്ടിക്കുന്നത് എപ്പോഴാണ്? ഫഇൻ സല്ലാ ഇൻഹല്ലത ഉഖദാ. 3ാമതായി അവൻ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോഴാണ് ഇബ്ലീസ് വന്ന്, പിശാച് വന്ന് നിങ്ങളെ ജീവിതത്തിന്റെ തുടക്കം ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് പിശാച് വന്നുകൊണ്ട് ശരീരത്തിന്റെ മൂർത്ത